ഇന്നൊരു അധ്വാനത്തിൻ്റെ കഥയാണ് കേട്ടോ പറയുന്നത്. പറമ്പിലൊക്കെ അത്യാവശ്യം ചപ്പും ചവറും ഉള്ളതുകൊണ്ട് ഷൂ ഒക്കെ ഇട്ടാണ് ഇറങ്ങിയത്. സൂര്യന് നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കുടിക്കാനുള്ള വെള്ളവും എല്ലാം ആയിട്ടാണ് ഞാൻ ഇറങ്ങിയത്. പിന്നെ കത്തി നമുക്ക് നിർബന്ധമാണ്, കാരണം കൊക്കോ പറിക്കാനാണ് ആൾ വന്നിരിക്കുന്നത്. ഈ ലിപ് ബാം അത് ഞാൻ എവിടെ പോയാലും എൻ്റെ കയ്യിൽ കാണും. സൂര്യന് പേടിച്ചിട്ട് സൺസ്ക്രീൻ ഒക്കെ ഇട്ടിട്ടാണ് ഇറങ്ങിയത്. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അത് മൊത്തം ഒലിച്ചു പോയി. കൊക്കോയും കൊക്കോപ്പഴവും ഒക്കെ കാണാത്ത ഒത്തിരി പേരുണ്ട് കേട്ടോ. അവർക്ക് വേണ്ടിയിട്ടാട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇത് വേറൊന്നുമല്ല കേട്ടോ, ഇത് അണ്ണാൻ തുളച്ച് വെച്ചിട്ട് പോകുന്നതാണ്. കാണാൻ ചെറിയ കൗതുകമൊക്കെ ഉണ്ടെങ്കിലും കൊക്കോ പറിക്കാൻ വരുന്നവർക്ക് ഇത് ഒട്ടും കൗതുകമല്ല കേട്ടോ. ഇനി അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ ഈ കൊക്കയെല്ലാം വെട്ടി ഇതെല്ലാം കൂട്ടിലാക്കി കൊണ്ട് വിൽക്കുക എന്നുള്ളതാണ്. ഇത് വേണമെങ്കിൽ എനിക്ക് വീട്ടിൽ കൊണ്ടുപോകാം, പക്ഷേ ഈ കുന്ന് കയറി വീട്ടിൽ കൊണ്ടെത്തിക്കുമ്പോഴത്തേക്കും എൻ്റെ കഥ തീരും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇരുന്ന് അതെല്ലാം ഓരോന്നായിട്ട് വെട്ടി നുറുക്കി അതിൽ നിന്ന് ഈ പൾപ്പ് എടുത്തിട്ട് നമ്മൾ കൂട്ടിലാക്കി അതുകൊണ്ടാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത്. കൊക്കോ പല രീതിയിൽ പൊട്ടിക്കുന്നവരുണ്ട് കേട്ടോ. ഇതുപോലെ കല്ലിൽ വെച്ച് ഇടിച്ച് പൊട്ടിക്കാം, വട്ടത്തിലും നീളത്തിലും ഒക്കെ മുറിച്ചെടുക്കുന്ന ആളുകളുണ്ട്. എനിക്ക് എന്തായാലും കത്തി കൊണ്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാൻ എടുക്കും. ഈ സെക്കൻഡ് ഒരു പാമ്പൻ്റെ അടുത്ത് കൂടി വന്നിട്ട് പോയിട്ടോ. അതിൻ്റെ പേടിയൊന്നും ഞാൻ കാണിക്കുന്നില്ലെങ്കിലും ഉള്ളിൽ ഇപ്പോഴും അഭയമുണ്ട്. ഇത് പൊട്ടിക്ക് മാത്രമല്ല കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വായിലേക്കും പോകുന്നുണ്ട്. പിന്നെ ഇത് നമ്മൾ കഴിച്ചിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് ബാക്കി തുപ്പിക്കളയാട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഒരുവിധം കൊക്കയെല്ലാം പൊട്ടിച്ച് കഴിഞ്ഞു. പിന്നെ ഈ കാണുന്ന എൻ്റെ കൊക്കയെല്ലാം അത്യാവശ്യം ഹെൽത്തി അല്ലാത്ത കൊക്കയാണ് കേട്ടോ. ഈ കാണുന്നതാണ് അത്യാവശ്യം ഹെൽത്തി ഉള്ള കൊക്കകൾ. പണ്ടൊക്കെ കൊക്കോ പറിക്കാൻ നമ്മുടെ വീട്ടിൽ അടിയായിരുന്നു കേട്ടോ, കാരണം കൊക്കയിൽ കയറാനും പറിക്കാനൊക്കെ വല്ലാത്തൊരു ഇഷ്ടമായിരുന്നു. ഇപ്പോൾ അത്ര ഇഷ്ടമല്ലെങ്കിൽ പോലും അധ്വാനിച്ചതിൻ്റെ ഫലം കിട്ടാൻ എല്ലാവർക്കും സന്തോഷമാണല്ലോ. അങ്ങനെ ഞാൻ അധ്വാനിച്ചതിൻ്റെ ഫലം എനിക്ക് കിട്ടി, സന്തോഷമായി. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഓക്കെ, ബൈ.